ഇന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കിയല്ലോ. കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണമെന്ന്. അപ്പോൾ കയ്യിൽ എന്തായാലും ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മുല്ലപ്പൂ ഇല്ലാണ്ട് എന്തോണാല്ലേ. അപ്പോൾ ഞാനും വിചാരിച്ചു ഈ പ്രാവശ്യം മുല്ലപ്പൂവ് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കാമെന്ന്. ആദ്യം മുല്ലമുട്ടിൻ്റെ ആട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വെട്ടിയ പേപ്പറിന് ചുരുട്ടിയിട്ട് ഞാനാക്കി. പിന്നെ എനിക്ക് തോന്നി എന്തിനീ വെട്ടിയ പേപ്പർ വെറുതെ കളയണേ. അപ്പോൾ വേറൊരു പേപ്പർ എടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് കീറി ചുരുട്ടി അതിൻ്റെ ഉള്ളിലാക്കി അങ്ങനെ 2 ടിഷ്യൂ പേപ്പറിൻ്റെ മുട്ടുണ്ടാക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനും ഇച്ചുണ്ടല്ലോ, അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും തലയിൽ വെക്കാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരെണ്ണം മുട്ടുണ്ടാക്കിയില്ല, അപ്പോൾ ഒരെണ്ണം പൂവിൻ്റെ ഇതൾ പോലുള്ളതാക്കാമെന്ന്. അപ്പോൾ അതിന് ഇത്തിരി നീളം വീതി ഇത്തിരി വലിപ്പമുള്ളത്തിൽ പേപ്പർ കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ പൂവിൻ്റെ ഇതളൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഞാൻ ഓരോ ഇതളും ഇങ്ങനെ ഒരു 3 എണ്ണം വരുന്ന രീതിയിലാട്ടോ കട്ട് ചെയ്തെടുത്ത്. ഒരുപാടാക്കാൻ നിന്നില്ല, 3 എണ്ണം വരുന്ന രീതിയിൽ. എന്നിട്ട് അതും ഇങ്ങനെ സെൻറ്ററിൽ പിരിച്ചു. പിന്നെ നമ്മളൊരു ലൈറ്റ് പച്ച കളറാട്ടോ ഞാൻ എടുത്ത്, നമ്മുടെ സാധാ അക്രിലിക് കളറിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് അങ്ങനെ നമ്മൾ സെറ്റാക്കി. അപ്പോൾ അതെല്ലാം പിരിച്ചു. ഇതുവരെ നല്ല കൃത്യമായിട്ട് നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ട് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. പച്ച കളർ കൂടി വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് പെട്ടത്, എനിക്ക് എത്ര നോക്കിയിട്ടും പൂവ് കെട്ടാൻ അറിയണില്ല. ഞാനപ്പോൾ ഇത് ചെയ്യാതിരിക്കണേക്കാട്ടും മുമ്പ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു ആ കുഴപ്പമില്ല, അവർ കാണിക്കണ പോലെയൊക്കെ കാണിച്ചാൽ റെഡി ആവുമെന്ന് വിചാരിച്ച്. പക്ഷേ എനിക്ക് കുറേ വട്ടം ഞാൻ 2-3 വട്ടം ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റെഡി ആവണില്ല. മുട്ടൊക്കെ നാശാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ സാധാ പോലെ ഇനി വേറെ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൂചി നൂലെടുത്തിട്ട് അതിൽ കുറക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ കീറിപ്പോണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും പൊതിഞ്ഞ് സെറ്റാക്കി അങ്ങനെ പൂവിൻ്റെയും കെട്ടിയെടുത്തിട്ട് പൂവിൻ്റെ 3-4 പോയി. അത് കീറിപ്പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? അപ്പോൾ ഞാൻ ഇതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ പോട്ടെ, ബായ്.